ഹലോ ഗൈസ്, ലോങ് ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ വിസ പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് ഇതിലായിരുന്നു. ഞാൻ നമ്മുടെ ഇന്ത്യയിലല്ല, പുറത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ, കുറച്ച് ബിസി ആയിരുന്നു. വിസ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 74, സെർച്ച് എ 2D matrix. Okay, you are given a m into n integer matrix with the following two properties. Each row is sorted in non-descending order. The first integer of each row is greater than the last integer of the previous row. Okay, given an integer target, return true if target is in matrix or false otherwise. You must write a solution in O of log m into n time complexity. ഇൻപുട്ട് തന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് ഉണ്ട്. അതിനകത്തൊരു പെർട്ടിക്കുലർ ടാർഗറ്റ് സെർച്ച് ചെയ്ത് അത് ഉണ്ടെങ്കിൽ ട്രൂ, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യണം. പക്ഷേ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഫസ്റ്റ് എലമെൻറ്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ദി ലാസ്റ്റ് എലമെൻറ്റ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ടോട്ടൽ മെട്രിക്സ് ഒരു ടൈപ്പ് ഓഫ് സോർട്ടഡ് കാര്യം നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ അത് സോർട്ടഡ് ആയിരിക്കും. അതായത് 1 2 3 1 3 5 7 10 എല്ലാം ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, അതും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് O ഓഫ് ലോഗ് m into n ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് ഒരു കാര്യമുള്ളൂ, നമുക്കത് ബൈനറി സെർച്ച് യൂസ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മളിതിനകത്ത് O ഓഫ് ലോഗ് n ആണ് ബൈനറി സെർച്ചിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ നമുക്ക് m into n എന്ന് പറയുന്നത് അത് ഈ സൈസ് ഓഫ് ദി മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ബൈനറി സെർച്ച് എങ്ങനെ 2D മെട്രിക്സിനകത്ത് യൂസ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു മെട്രിക്സ് ഉണ്ട്, ഒരു 3x3 മെട്രിക്സ്. 4 5 6 7 8 9 10 11 12. ഓക്കെ, ഇതിനകത്ത് ഇൻഡെക്സുകൾ എന്ന് പറയുന്നത് 0 1 2. ഇതിൻ്റെ നമ്പർ ഓഫ് കോളംസ്, ഇനി നമ്പർ ഓഫ് റോസ് 0 1 2. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡെക്സുകൾ മെട്രിക്സിൻ്റെ. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ ബൈനറി സെർച്ച് ചെയ്യും? നമ്മളൊന്നുമില്ല, നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞല്ലോ, ഫസ്റ്റ് എലമെൻറ്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ദി ലാസ്റ്റ് എലമെൻറ്റ്. അപ്പം അതായത് നമ്മൾ ഈ മെട്രിക്സിനെ ഒരു സിംഗിൾ അറേ ആക്കി കഴിഞ്ഞാൽ അതെന്തായി? ഒരു ഓർഡേർഡ് അറേ ആയില്ലേ? അതായത് ഒരു എന്താ പറയുക, സോർട്ടഡ് അറേ ആയില്ലേ? 4 5 6 7 8 9 10 11 12. ഇപ്പോൾ എന്തായി? ഈ പറയുന്ന പർട്ടിക്കുലർ മെട്രിക്സ് ഇപ്പോൾ ഒരു സോർട്ടഡ് അറേ ആയി. കാര്യം നമ്മളിതിനെ നിവർത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറി സെർച്ച് എപ്പോഴും എന്തിലാണ് യൂസ് ചെയ്യുന്നത്? സോർട്ടഡ് അറേയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ അറേക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ബൈനറി സെർച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതിൻ്റെ ഇൻഡെക്സ് പറഞ്ഞാൽ 0, ഇതിൻ്റെ 1, ഇതിൻ്റെ 2, ഇതിൻ്റെ 3, ഇതിൻ്റെ 4, ഇതിൻ്റെ 5, ഇതിൻ്റെ 6, ഇതിൻ്റെ 7, ഇതിൻ്റെ 8. ഓക്കെ, ഇതിനകത്ത് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഈസി. ഒരു സോർട്ടഡ് അറേയിൽ ബൈനറി സെർച്ച് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഈസി അല്ലേ? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ഇൻഡെക്സ് എടുക്കുന്നു. സ്റ്റാർട്ട് ഇൻഡെക്സ് എത്ര ആയിരിക്കും? 0. എൻഡ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എൻഡ് ഇൻഡെക്സ് 8 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സൈസ് ഓഫ് ദി മെട്രിക്സ് ആണ് നമ്മുടെ ഈ സൈസ് ഓഫ് ദി അറേ. സൈസ് ഓഫ് ദി മെട്രിക്സ് എന്താണ്? നമുക്ക് സ്റ്റാർട്ടിങ്ങിന് വേണമെങ്കിൽ ഇവിടെ 0 എടുക്കാം. എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈസ് ഓഫ് ദി മെട്രിക്സ് എന്താണ്? റോസ് ഇൻറ്റു കോളംസ്. ഓക്കെ, റോസ് ഇൻറ്റു കോളം അല്ലേ സൈസ് ഓഫ് ദി മെട്രിക്സ്? 3 into 3 9 അല്ലേ സൈസ് ഓഫ് ദി മെട്രിക്സ്? അപ്പം -1 അതാണ് ആ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റോ ഇൻറ്റു കോളം -1 എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി മെട്രിക്സ് -1 എന്ന് പറയുന്നതാണ് ആ പർട്ടിക്കുലർ ലാസ്റ്റ് എൻഡ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്. അത് ഈക്വൽ ടു എന്തായിരിക്കും? 3 into 3 -1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8. 9 - 1 ഈസ് ഈക്വൽ ടു 8. അപ്പം നമുക്ക് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3, നമ്പർ ഓഫ് കോളംസ് പറഞ്ഞാൽ 3. അപ്പോൾ 3 into 3 9 - 1 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ അതായിരിക്കും റോസ് ഇൻറ്റു നമ്മുടെ എൻഡ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ടും കിട്ടി. അപ്പോൾ സ്റ്റാർട്ടും എൻഡും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈനറി സെർച്ച് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. നമുക്ക് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ മിഡ് എലമെൻറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ മിഡ് എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മിഡ് കണ്ടുപിടിക്കാൻ ഫോർമുല നേരത്തെ നോക്കിയിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് പ്ലസ് എൻഡ് മൈനസ് സ്റ്റാർട്ട് ബൈ 2. ഇതെന്താ സംഭവം? സ്റ്റാർട്ട് പ്ലസ് n/2 എന്ന് എഴുതിയാലും ഓക്കെയാണ്. പക്ഷേ ഇവിടെ എൻ്റെ ഔട്ട് ഓഫ് ബൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഫോർമുല ചെയ്യുന്നത്. സ്റ്റാർട്ട് പ്ലസ് n മൈനസ് സ്റ്റാർട്ട് ബൈ 2. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കെന്താണ്? നമുക്ക് സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ഉണ്ട്, മിഡ് ഉണ്ട്. നമുക്കിനി ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് വൈൽ ലൂപ്പിനകത്ത് ബൈനറി സെർച്ച് തുടങ്ങുന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിനകത്ത് സ്റ്റാർട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് എന്ന് കൊടുക്കുന്നു. ഈ സ്റ്റാർട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ടാർഗറ്റ് അതിനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് വിളിക്കും. നമുക്ക് ഒരു എലമെൻറ്റ് തരും.
ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കും. നമ്മൾ എലമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള കാര്യം ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ എലമെൻറ്റ് ആ പർട്ടിക്കുലർ മിഡ് എലമെൻറ്റ് എങ്ങനെ ഉണ്ട്. അതായത് നമുക്ക് മിഡ് ഉണ്ട്, ആ മിഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എലമെൻറ്റ് കണ്ടുപിടിക്കും. ആ എലമെൻറ്റ് ടാർഗറ്റിനോട് ഈക്വൽ ആണോ നോക്കും. ഇഫ് എലമെൻറ്റ് ടാർഗറ്റിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. എൽസ് ലെസ് ദാൻ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ലെസ് ദാൻ ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫാൾസ് റിട്ടേൺ ചെയ്യും. സോറി, നമ്മൾ ലെസ് ദാൻ ടാർഗറ്റ് ആണെങ്കിൽ നമ്മൾ എലമെൻറ്റ് ടാർഗറ്റിനെക്കാളും ലെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ഈസിക്കൽ ടു മിഡ് പ്ലസ് 1. കാര്യം ടാർഗറ്റ് വലുതാണ്, അപ്പം സ്റ്റാർട്ട് ഈസിക്കൽ ടു മിഡ് പ്ലസ് 1. അല്ലാന്നുണ്ടെങ്കിൽ എൽ ഈസിക്കൽ ടു മിഡ് മൈനസ് 1. ഇതാണ് നമ്മൾ നോർമൽ ബൈനറി സെർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ട് ഈസിക്കൽ ടു മിഡ് പ്ലസ് 1, എൻഡ് ഈസിക്കൽ ടു മിഡ് മൈനസ് 1 ബൈനറി സെർച്ച് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ ബാക്കി സിമ്പിൾ ബൈനറി സെർച്ച് ആണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് വരുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ഭാഗമാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോഡ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം വരും. അപ്പോൾ ഞാൻ ആ ഭാഗം ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഭാഗം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആ പർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമുല എന്താണെന്നും കൂടെ ഞാൻ ആ സമയത്തായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഫോർമുല എങ്ങനെ വരുന്നത് ഞാൻ കോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് കോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, ഫസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആണ്. ഇൻഡ് സ്റ്റാർട്ട് ഈക്വൽ ടു 0. നമുക്കത് കിട്ടി. നമുക്ക് അടുത്ത് വേണ്ടത് നമ്പർ ഓഫ് റോസ് ആണ്. നമ്പർ ഓഫ് റോസ് എന്താണ്, നമ്മുടെ മെട്രിക്സിൻ്റെ സൈസാണ് നമ്പർ ഓഫ് റോസ്. ഇൻഡ് റോസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഡോട്ട് സൈസ്. മെട്രിക്സിൻ്റെ സൈസ് ആയിരിക്കും നമ്പർ ഓഫ് റോസ്. കാര്യം അതിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ സൈസ് ആയിരിക്കും കോളത്തിൻ്റെ സൈസ്. അപ്പം ഇൻറ്റു റോസ്, കോളം എന്ന് പറയുന്നതായിരിക്കും കോൾസ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഡോട്ട് മെട്രിക്സ് ഓഫ് 0 എലമെൻറ്റ് സൈസ് ആയിരിക്കും കോളത്തിൻ്റെ മെട്രിക്സ്. ഓക്കെ, കോളത്തിൻ്റെ സൈസ്. അപ്പം അടുത്തത് നമുക്ക് എന്താണ്, നമുക്ക് റോസ് കോളം നമുക്ക് എൻഡിലുണ്ട്. എൻഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻഡെക്സ് എന്തായിരിക്കും, എൻ്റെ ഞാൻ പറഞ്ഞു റോസ് ഇൻറ്റു കോളം റോസ് സ്റ്റാർ കോൾസ് മൈനസ് 1. ഇതായിരിക്കും നമ്മുടെ എൻഡ് ഇൻഡെക്സിൻ്റെ എൻഡിൻ്റെ ഇൻഡെക്സ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ പർട്ടിക്കുലർ മെട്രിക്സിനെ ഒരു അറേ ലീനിയർ രീതിയിലായി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ട് 0യും എൻഡ് ഇതുമായിരിക്കും റോസിൻ്റെ കോളം -1. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ, നമുക്ക് അടുത്ത് ബൈനറി സെർച്ച് യൂസ് ചെയ്യാം. ബൈനറി സെർച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വൈൽ ലൂപ്പിനകത്ത് ഇടുക. നമുക്ക് മിഡ് കണ്ടുപിടിച്ചില്ല. മിഡിൻ്റെ ഫോർമുല ഇൻറ്റു മിഡ് ഈസ് ഈക്വൽ ടു, മിഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാർട്ട് പ്ലസ് എൻഡ് മൈനസ് സ്റ്റാർട്ട് ബൈ 2. ഓക്കെ, അടുത്തത് നമുക്ക് ഈ വൈൽ ലൂപ്പിന് എന്താ നോക്കുക, സ്റ്റാർട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻഡ്. സ്റ്റാർട്ട് എൻഡിന് ചെറുതായിരിക്കും സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബൈനറി സെർച്ചിനെ അപ്ലൈ ചെയ്യുന്നു. ബൈനറി സെർച്ച് എന്താ ചെയ്യുക, ബൈനറി സെർച്ച് ചെയ്യുന്നത് മിഡ് വെച്ച് കളിക്കും. മിഡിനെക്കാട്ടി ഫ്രണ്ടിലാണ് ടാർഗറ്റ് ഉണ്ടെങ്കിൽ മിഡ് ഫ്രണ്ടിലേക്ക് പോകും. മിഡിൻ്റെ ബാക്കിലാണ് ടാർഗറ്റ് ഉണ്ടെങ്കിൽ മിഡ് ബാക്കിലേക്ക്, എൻഡ് ബാക്കിലേക്ക് വരും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഡ് എലമെൻറ്റ്, അതായത് പർട്ടിക്കുലർ എലമെൻറ്റ് ഉണ്ട്. കാര്യം ടാർഗറ്റ് എലമെൻറ്റ്സ് ആണ് ടാർഗറ്റ്. അപ്പം ഇതിൻ്റെ എലമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതിൻ്റെ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് സംതിങ്. ഈ സംതിങ് ആണ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉള്ളത്. അപ്പം ഈ സംതിങ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുക്കും, ആ ഫോർമുല ഇട്ട് കൊടുക്കും. നമുക്ക് എലമെൻറ്റ് നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കറണ്ട് മിഡ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ മിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡെക്സിൻ്റെ കറണ്ട് എലമെൻറ്റ് നമുക്ക് കിട്ടുന്നു. ആ എലമെൻറ്റ് ഇഫ് അതായത് മിഡ് അല്ലാതെ നമ്മുടെ എലമെൻറ്റ് അതായത് മിഡ് എലമെൻറ്റാണ് കിട്ടുന്നത്. എലമെൻറ്റ് ഈസിക്കൽ ടു ടാർഗറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ട്രൂ. കാര്യം നമ്മളത് കണ്ടുപിടിച്ചു, ബൈനറി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്നല്ല നമ്മൾ പറയാം, അല്ല എൽസ് ഇഫ് എലമെൻറ്റ് ലെസ് ദാൻ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. നമ്മുടെ സ്റ്റാർട്ട് നേരെ മിഡിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കും. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യം നോക്കിയാൽ എൽസ് എൻഡ് ഈസ് ഈക്വൽ ടു മിഡ് -1. അപ്പോൾ എന്താ നമ്മുടെ എൻഡ്
മിഡിൻ്റെ ബാക്ക് കൊണ്ടുപോകും. കാര്യം നമുക്ക് ബാക്കിൽ മാത്രം നോക്കിയൊരു കാര്യം എലമെൻറ്റ് ലെസ് ദാൻ ടാർഗറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എലമെൻറ്റിൻ്റെ അടുത്ത് തന്നെ ടാർഗറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് മുന്നോട്ട് വന്നു, ടാർഗറ്റ് ചെറുതാണെങ്കിൽ എൻ്റെ മുന്നിൽ. അപ്പോൾ ഈ ബൈനറി സെർച്ച് സംഭവം നമുക്ക് കാര്യം മനസ്സിലായി, നമുക്ക് വലിയ പടുള്ള കാര്യമില്ല. ഇവിടെ റിട്ടേൺ 2 ആണെങ്കിൽ നമ്മൾ വൈൽ ലൂപ്പിൻ്റെ അവസാനം നമ്മൾ റിട്ടേൺ ഫോൾസ് കൊടുക്കും. കാര്യം ഒന്നും നമ്മൾ ഇത് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ, ഒന്നും നമ്മൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കണ്ടീഷനും നമ്മുടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൾസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഫോർമുല അതിനകത്ത് ഇല്ല, ഫോർമുല എന്താ ഞാൻ പറഞ്ഞുതരാം. ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡ് ഉണ്ടല്ലോ, നമ്മുടെ മിഡ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്, ഡിവൈഡ് ബൈ കോളം. ഇവിടെ മിഡ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്, അത് മോഡുലസ് കോളം. ഇതാണ് ഫോർമുല. അപ്പം മിഡ് ഡിവൈഡ് ബൈ കോളം, മിഡ് മോഡുലസ് കോളം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം, ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ 3x3 മെട്രിക്സ് ആക്കാം. ഇത് 1 2 1 2. ഈ മെട്രിക്സ് നമ്മൾ എഴുതുകയാണ്. ഇവിടെ 5 6 7 8 9 10 11 12 13. ഇതിന് നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ മെട്രിക്സ് കിട്ടുന്നു. ഫസ്റ്റ് നമ്മൾ 5 6 7 ഇതാണ് ഒരു ഇതാണ് ഒരു റോ. ഇത് 8 9 10 ഇതാണ് മറ്റൊരു റോ. അടുത്തത് 11 12 13 ഇതാണ് മറ്റൊരു റോ. ഓക്കെ, അപ്പോൾ 3 റോ ആയി. 5 6 7 ഒരു റോ, 8 9 10 ഒരു റോ, 11 12 13 അടുത്ത റോ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ റോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ ഫോർമുല നമ്മുടെ എന്താ കണ്ടുപിടി, നമുക്ക് ആ പർട്ടിക്കുലർ മിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക 0 1 2 3 4 5 6 7 8 ഇതിൻ്റെ മിഡ് കണ്ടുപിടിച്ച് നമുക്ക് എന്താ 0 + 8/2 = 4. 4 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മിഡ് എന്നാണ് നമുക്ക് മിഡ് കിട്ടി. മിഡ് = 4. അപ്പം ഈ മിഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ റോസ് ഉണ്ട്, നമ്പർ ഓഫ് റോസ് ഉണ്ട്, നമ്പർ ഓഫ് കോളം ഉണ്ട്. അപ്പം നമ്മൾ മിഡ് ഡിവൈഡഡ് ബൈ കോളം ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, മിഡ് ഡിവൈഡ് ബൈ കോളം എന്താ അർത്ഥം, നമുക്ക് നോക്കിയാണ്, സോറി, മിഡ് = 4. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ മിഡ് ഡിവൈഡ് ബൈ കോളം ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ റോസ് കണ്ടുപിടിച്ച ഫോർമുല. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 1 2 3 ആണ്. ഈ നമ്പർ ഓഫ് കോളം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളം 1 2 3. ഈ നമ്പർ ഓഫ് കോളം 1 2 3 ആണല്ലോ ദ സൈസ് ഓഫ് ദി റോ. അതായത് ഇവിടെ നമുക്ക് 1 2 3 റോ ഉണ്ട്. ഈ പർട്ടിക്കുലർ നമ്പർ ഓഫ് കോളം, അതായത് 1 2 3 ഈ 3 കോളമാണ് ഈ പർട്ടിക്കുലർ റോയിനകത്തുള്ളത്. അപ്പം ഈ സൈസ് ഓഫ് ദി റോ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് കോളം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് ഓഫ് ദി റോ, ഈ റോ മൂന്ന് കോളംസ് ഉണ്ടാക്കിയ റോ ആണ്. അപ്പം സൈസ് ഓഫ് ദി റോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളം. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ എലമെൻറ്റ് നമുക്ക് 4 കിട്ടി. ഈ 4നെ നമ്മൾ സൈസ് ഓഫ് ദി റോ, അതായത് നമ്പർ ഓഫ് കോളം വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാം, നമുക്ക് കോഷ്യൻ്റ് കിട്ടും. കോഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്, കോഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ആലോചിച്ച് ഇപ്പോൾ നമ്മൾ എന്താ കിട്ടുക. അപ്പോൾ 4 എന്ന് പറയുന്നത് നമ്മുടെ മിഡാണ്. മിഡ് ഡിവൈഡ് ബൈ കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളം എത്രയാണ്, 3. അപ്പം 4 ഡിവൈഡഡ് ബൈ 3 = 1 ആണ്. ഈ 9 അവിടെ കിടക്കുന്നു, 0 1 2 0 1 2. ഈ 9 കിടക്കുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് 1 ആണ്. ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞു മിഡ് മോഡ് കോൾ 10/4 മോഡ് 3 = 1. ഇതിനാണ് ഇവിടെ കിടക്കുന്നത് 1. കണ്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഈ പറയുന്ന ഈ പർട്ടിക്കുലർ 4നെ നമ്മൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോളം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഷ്യൻ ഉണ്ടല്ലോ, അതായിരിക്കും അതിൻ്റെ റോ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് നമ്മുടെ പ്രിസൈസ് ലൊക്കേഷൻ ആയിട്ടുള്ള കോളം എന്ന് പറയുന്നത്. അത് നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. കാര്യം ആലോചിച്ച് നോക്കും, ഇതൊന്നും ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. ഈ 4 എന്ന് പറയുന്നത് എന്താണ്, ഈ ഫുൾ മെട്രിക്സിലൊരു ഭാഗമാണ് 4. അതെന്ന് പറയുന്നത് അതിനെ നമ്മൾ ഈ നമ്പർ ഓഫ് റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൽ എത്ര തവണ നമ്പർ ഓഫ് റോസ് വർക്കും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ റോയിൻ്റെ ഇൻഡെക്സ് ആയിട്ട് വരിക. എന്നിട്ട് എത്ര റിമൈൻഡർ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കോളത്തിൻ്റെ ഇൻഡെക്സ് ആയിട്ട് വരിക. അപ്പം അത് എല്ലാത്തിലും വർക്കാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ഫോർമുലയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കാം. സംഭവം ഇന്ത്യ എലമെന്റ് = സംഭവം കോൾസ് എന്നായിരുന്നു ഇട്ട് കൊടുത്തത്. മൈ ബാഡ്. ഓക്കെ, സംഭവം 4
കോൾസ് വന്നു. ഞാനിവിടെ മിഡ് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, ഇവിടെ മിഡ് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി. അതാണ് സംഭവം. നമ്മൾ ബൈനറി സെർച്ചിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് മിഡ് എടുത്തതിന് അകത്താണ് എപ്പോഴും മിഡ് വരേണ്ടത്. ഒന്നെങ്കിൽ ഇവിടെ മിഡ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിഡ് കളഞ്ഞിട്ട് ഈ ഫ്രണ്ടിൽ വേണം മിഡ് ഇടാം. പക്ഷേ ഞാൻ ചെയ്യുന്ന എപ്പോഴും പുറത്ത് മിഡും ഒരെണ്ണം സെറ്റ് ചെയ്യും, പിന്നെ അകത്ത് ഏറ്റവും അവസാനം ഒരു മിഡ് സെറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ബൈനറി സെർച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മറന്നു അകത്ത് മിഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള, അതിനാണ് ഇത് പറ്റുക സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, സംഭവം വർക്കായി. റൺ ചെയ്തപ്പം സബ്മിറ്റ് ചെയ്ത് അറിയാം. നോക്കട്ടെ, റൺ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. താങ്ക് യു.